ഹായ് ഹലോ കുക്കു മെനു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, അതൊരു അപേക്ഷയാണ്. പിന്നെ ഞാൻ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇന്നിവിടെ പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഫ്ലാക്സ് സീഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഔഷധമാണ്. ഉള്ളിലേക്ക് കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പുരട്ടാനും ഹെയറിനും സ്കിന്നിനും എല്ലാം ഏറ്റവും നല്ലതാണ്. കാരണം അതിനകത്ത് omega-3 അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. അതൊരു വിത്താണ്. അത് ഉള്ളിലോട്ട് നമുക്ക് എത്ര കഴിക്കുന്നതിന് ഒരു ലിമിറ്റ്, ഓരോരുത്തരും ഓരോ അളവുണ്ട്, അത് വെച്ച് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പം ഞാൻ ഫ്ലാക്സ് സീഡ് ജെൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. നമുക്ക് ആ ഫ്ലാക്സ് സീഡ് ജെല്ല് വെച്ച് നമ്മുടെ ഫേസിന് ഒരുപാട് ഗുണങ്ങളുള്ള പായ്ക്കുകൾ മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. ചില സാധനങ്ങൾ ഓരോരുത്തർക്ക് അലർജി ആയിരിക്കും, അത് മാറ്റി വേറെ സാധനങ്ങളൊക്കെ നമുക്ക് ഏതാണോ നമുക്ക് യോജിച്ചത് അത് നമ്മുടെ സ്കിന്നിന് പ്രയോജനപ്പെടുന്നതോ അലർജി ഇല്ലാത്തതോ നോക്കിയിടാൻ ഞാൻ 2-3 സെക്ഷനായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇതിൽ ഞാൻ ആദ്യം എടുക്കുന്നത് ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി, മനസ്സിലാകും. നമുക്ക് ആദ്യം ഫ്ലാക്സ് സീഡ് ജെൽ എടുക്കാം. അത് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നമുക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ എടുത്താൽ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഹണിയാണ്. ഹണി എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. നല്ലൊരു നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്മൂത്ത്നെസ് ആക്കാനും സോഫ്റ്റ്നെസ്സിനും നല്ലൊരു ബ്രൈറ്റനിനും നല്ലൊരു ക്ലെൻസിങ്ങും കൂടാണ്, മനസ്സിലായോ? അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഹണി എടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ അലോവേര ജെൽ എടുക്കുക, മനസ്സിലായോ? അലോവേര ജെല്ലും അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ ഒരു കൂളിംഗ് എഫക്റ്റ്, നല്ലൊരു നമ്മുടെ സ്കിന്നൊരു ഹൈഡ്രേറ്റ് ചെയ്യാനും അതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അലോവേരയുടെ ഉള്ളിലോട്ട് കഴിക്കുന്നതും അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ഓക്സിഡൻറ്റുമാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 3 അല്ലെങ്കിൽ 4 ഡ്രോപ്സ് ലെമണിൻ്റെ ജ്യൂസ് എടുക്കണം. വൈറ്റമിൻ സി കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് നല്ലതായിട്ട് ഡെഡ് സ്കിന്നൊക്കെ പോയി ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ല് 1 ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം 1/2 ടീസ്പൂൺ വെച്ച് മതി. അഥവാ ഫ്ലാക്സ് സീഡ് ജെല്ല് 2 ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ എല്ലാം 1 ടീസ്പൂൺ വെച്ച് എടുക്കുക. ഫ്ലാക്സ് സീഡ് നമ്പർ 2, നമുക്ക് ഫ്ലാക്സ് സീഡ് ജെൽ 1 ടീസ്പൂൺ എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് ശരിക്കും നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് ഒരു പായ്ക്കായിട്ട് ഉപയോഗിക്കാം. നമുക്ക് 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ജെല്ലുണ്ടെങ്കിൽ ഒരാഴ്ചത്തേനുള്ള ജെല്ലുണ്ടാക്കി നമുക്ക് വെക്കാം, മനസ്സിലായോ? നമുക്ക് നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ല് സ്കിന്നൊന്ന് ടൈറ്റൻ ആകാനും നമ്മുടെ സ്പോട്ട്സൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ സ്കിന്നിൻ്റെ പഫ്നെസ് മാറാനും റിങ്കിൾസ് മാറാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ഫ്ലാക്സ് സീഡ് ജെല്ല്. ഇനി നെക്സ്റ്റ് പായ്ക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കണം. 1 ടീസ്പൂൺ എടുത്താൽ 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക, മനസ്സിലായോ? ഗ്ലിസറിൻ അഥവാ ഇനി നിങ്ങളുടെ ഇല്ല എങ്കിൽ നിങ്ങൾ എപ്പോഴും നമുക്കൊരു പ്രൊഡക്റ്റ് വേണം. നമുക്ക് സ്കിന്നിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം നമ്മൾ കൂട്ടി വെച്ചല്ലേ, ഓരോ പ്രൊഡക്റ്റും പൈസ കൂട്ടി വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പം നല്ല പ്രൊഡക്റ്റ് നോക്കി വാങ്ങിക്കാൻ ഉദ്ദേശിക്കണം. ഒരു 10 രൂപ കൂടുതൽ കൊടുത്താൽ നല്ല പ്രൊഡക്റ്റ് നോക്കി ഉപയോഗിക്കാൻ നോക്കണം. ഗ്ലിസറിൻ ഞാനതാ പറഞ്ഞത്, നമ്മളെപ്പോഴും വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കാൻ നോക്കണം. വെജിറ്റബിൾ ഗ്ലിസറിൻ ഏറ്റവും ബെസ്റ്റാണ്, മനസ്സിലായോ? അപ്പോൾ അലോവേര ജെല്ല് ഫ്ലാക്സ് സീഡ് ജെല്ല് 1 ടീസ്പൂൺ എടുത്താൽ 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കണം. നമ്മുടെ
വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി 1/2 ടീസ്പൂൺ എടുക്കണം. ഇത് മൂന്നും കൂടെ നമുക്ക് എന്തൊക്കെ വേണം? ഗ്ലിസറിൻ വേണം, ഫ്ലാക്സീഡ് വേണം, മഞ്ഞൾപ്പൊടി വേണം. അത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാകാം, എന്നെ അതിൻ്റെ പേരിന് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ മതി. അപ്പം ഈ ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ശരിക്കും വലിച്ചിലുണ്ടാവും. നമ്മൾ ഈ പായ്ക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ സംസാരിക്കരുത് കേട്ടോ. നമ്മുടെ എഗ്ഗ് വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്ന പോലെ തന്നെ ഇതും നമ്മുടെ സ്കിന്നൊന്ന് വലിയും, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ടെർമറിക്കിൻ്റെ കൂടെ ഗ്ലിസറിൻ വേണേൽ ചേർത്തോ, പിന്നെ എന്തെങ്കിലും കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും ഗ്ലിസറിന് പകരം ഓയിൽ ചേർത്താലും മതി. അപ്പം ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, ഫ്ലാക്സീഡ് ജെല്ല് തന്നെയാണെങ്കിലും നമുക്കെടുത്ത് ഇതൊക്കെ മിക്സ് ചെയ്യാൻ നമുക്ക് പാടാം എന്നുണ്ടെങ്കിൽ ഫ്ലാക്സീഡ് ജെല്ല് മാത്രം എടുത്തിട്ട് നമുക്ക് മുഖത്തിട്ടാലും ഏറ്റവും ബെസ്റ്റാണ്, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഈ 3 പാക്കിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ 50+ കഴിഞ്ഞ് വരെ നമ്മുടെ സ്കിന്നിൽ തൂങ്ങാനും സാഗ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസും ഫൈലൈൻസും ഒക്കെ വരാൻ സാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ഈ ഫ്ലാക്സീഡൊക്കെ നമുക്കൊരു 250 ഗ്രാം വാങ്ങിച്ചിട്ട് അത് 2 ടീസ്പൂൺ എടുത്താൽ തന്നെ നമുക്കൊരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചത്തേനുള്ള ജെല്ല് നമുക്ക് സൂപ്പറായിട്ടും കിട്ടും. അത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം, ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ, എൻ്റെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കയറി കാണണം. എന്നിട്ട് ദയവ് ചെയ്ത് എനിക്ക് കമൻറ്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നെക്സ്റ്റ് ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.